ഹേ ഗൈസ്, കിസാനോനുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം കണ്ട തേങ്ങ വിളവെടുപ്പാണ്. നമ്മൾ വിളവെടുത്ത തേങ്ങയാണ്. നമുക്ക് കുറച്ച് നാടൻ തെങ്ങുകളുണ്ട്. ഇത് ഹൈബ്രിഡ് തെങ്ങൊന്നുമല്ല, നാടൻ തെങ്ങ് വിളവെടുത്തതാണ്. അതായത് കുറെ മണ്ടരി ബാധിച്ചിട്ടുണ്ട്. മോടത്തിനോട് ചേർന്നുള്ള മുരണ്ടിരിക്കുന്നു. അപ്പൊ ഇത് മണ്ടരി ബാധിച്ച തേങ്ങയാണ്. അല്ല, ഇത് പലതൊക്കെ മണ്ടരി ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളൊക്കെ ഞാൻ പറയാം. എന്ത് ഉപയോഗിക്കണം, വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നാം പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള തെങ്ങിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള തെങ്ങിനെ വളർത്തണമെങ്കിൽ നല്ല വളപ്രയോഗ രീതികൾ വേണം. അപ്പോൾ അതിന് സംയോജിത വളപ്രയോഗ രീതിയാണ് അവലംബിക്കേണ്ടത്. അത് രാസവളങ്ങളോടൊപ്പം ജൈവവളങ്ങളും ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. മണ്ണിന്റെ ജൈവാംശത്തെയും സൂക്ഷ്മ ജീവാണുക്കളെയും പരിപോഷിപ്പിക്കാൻ ജൈവവളങ്ങളും അവയോടൊപ്പം തന്നെ പോഷകമൂലകങ്ങൾ ലഭിക്കുന്നതിനായി രാസവളങ്ങളും നൽകേണ്ടതാണ്. പിന്നെന്ന് വെച്ചാൽ കായ്ഫലമുള്ള തെങ്ങിന് ശുപാർശ ചെയ്തിരിക്കുന്ന പോഷകങ്ങളുടെ അളവ് തെങ്ങൊന്നിന് വർഷത്തിൽ 500 ഗ്രാം പാക്യജനകം, 300 ഗ്രാം ഭാവകം, അതായത് 1000 ഗ്രാം പൊട്ടാഷ് എന്നിവ ചേർത്ത് കൊടുക്കണം. 1100 ഗ്രാം യൂറിയയും 1500 ഗ്രാം രാജ്ഫോസ്, അതുപോലെ തന്നെ 1700 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്. പിന്നെ മണ്ണിന്റെ അമ്ലത്വം ലഘൂകരിക്കാൻ ആദ്യ തവണ രാസവളം ഇടുന്നതിന് ഒരു 2 ആഴ്ച മുമ്പായി കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 കിലോഗ്രാം തെങ്ങൊന്നിന് എന്ന കണക്കിൽ നൽകി കൊടുക്കണം. പിന്നെ ബോറോണിന്റെ അഭാവമുണ്ട്. അത് പരിഹരിക്കുന്നതിനായി ഒരു വർഷം 160 ഗ്രാം ബോറോൺ ഒരു തെങ്ങിന് കൊടുക്കണം. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ അഭാവത്തിലുള്ള മഞ്ഞളിപ്പ് പരിഹരിക്കുന്നതിനായി 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് രണ്ടാം തവണ വളം ചേർത്തിട്ട് 10 ദിവസം കഴിഞ്ഞ് നൽകണം. പിന്നെന്ന് വെച്ചാൽ മഗ്നീഷ്യത്തിന്റെ അഭാവത്തിലുള്ള മഞ്ഞളിപ്പ് പരിഹരിക്കുന്നതിനായി 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് രണ്ടാം തവണ രാസവളം ചേർത്തിട്ട് 10 ദിവസം കഴിഞ്ഞ് നൽകാവുന്നതാണ്. എന്നുവെച്ചാൽ തടത്തിൽ തൊണ്ടടുക്കുന്നത് ഈർപ്പം സംരക്ഷിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ നല്ല ജലസേചനം ആവശ്യമാണ്. അതായത് വലിയ തെങ്ങുകൾക്കാണെങ്കിൽ 4 ദിവസത്തിലൊരിക്കൽ 200-250 ലിറ്റർ വെള്ളം വേണ്ടി വരും. ചെറിയ തെങ്ങുകൾക്കാണെങ്കിൽ 75-80 ലിറ്റർ. പിന്നെ മണ്ടരിയുടെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ല. മച്ചിങ്ങയുടെ മോടത്തിനോട് ചേർന്ന് വെളുത്ത ത്രികോണാകൃതിയിലുള്ള പാട്. പിന്നെ തേങ്ങ വലുതാകുമ്പോൾ പരുവരുത്ത തവിട്ട് പാടുകൾ വ്യാപിച്ചു വരും. പിന്നെ ഇതിന്റെ നിയന്ത്രണ മാർഗം എന്ന് പറഞ്ഞാൽ പരാഗണം കഴിഞ്ഞ ശേഷമുള്ള 5 ഇളം കുലകളിൽ വെളുത്തുള്ളി, വേപ്പെണ്ണ, സോപ്പ് മിശ്രിതം, അതായത് 20-20-5 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് അസാഡിറാക്റ്റിൻ 1% വീര്യമുള്ളത് 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. അടുത്തതെന്ന് വെച്ചാൽ പാം ഓയിൽ 200 മില്ലി ലിറ്റർ എടുക്കുക. സൾഫർ 5 ഗ്രാം, സോപ്പ് 10 ഗ്രാം. ഇത് 800 മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി അതും തളിച്ചു കൊടുത്താൽ ഫലപ്രദമാണ്. അടുത്തത് അസാഡിറാക്റ്റിൻ 1% വീര്യമുള്ളത് 10 മില്ലി ലിറ്റർ തുല്യ അളവ് വെള്ളവുമായി ചേർത്ത് വേരിലൂടെ കൊടുക്കുന്നത്, അതും വളരെ ഫലപ്രദം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൂങ്കുല ചാഴിയുടെ ആക്രമണം വരും. അത് പൂങ്കുല ചാഴിയുടെ ആക്രമണം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ലക്ഷണം വെച്ചാൽ മച്ചിങ്ങ പൊഴിയും. പിന്നെ പൊഴിഞ്ഞ മച്ചിങ്ങയിൽ മോടത്തിനുള്ളിൽ ആഴത്തിലുള്ള കുത്തിയ പാടുകൾ ഇങ്ങനെ കാണും. പിന്നെ തേങ്ങകൾ വികൃതമായും പേടായും ഒക്കെ കാണും. അപ്പൊ ഇതുപോലെയൊക്കെ നമ്മൾ തെങ്ങിനെ സംരക്ഷിക്കണം. 50 ആകുമ്പോഴത്തേന് നമുക്ക് കുലക്കണക്കിന് തേങ്ങ വെട്ടിയിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. അതുപോലെ തന്നെ തെങ്ങിന്റെ ചുവട്ടിൽ നല്ല ഈർപ്പം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. തെങ്ങിൽ നിന്ന് വീഴുന്ന ഓല തെങ്ങിന്റെ ചുവട്ടിൽ തന്നെ വെട്ടിയിട്ട് മൂടുക. പ്ലാസ്റ്റിക് കിറ്റുകളോ അതുപോലുള്ള സാധനങ്ങളൊന്നും തെങ്ങിന്റെ ചുവട്ടിൽ ഇട്ട് മൂടരുതും. കഴിയുമെങ്കിൽ പൊക്കം കുറഞ്ഞ തെങ്ങാണെങ്കിൽ ഇടക്ക് തെങ്ങിൽ ചെല്ലി കയറിയ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് കണ്ട, ഇത് മണ്ടരിയുടെ ആക്രമണവും ബോറോൺ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട്. ഇത് പേടാണ് ഈ തേങ്ങ. ഇതിനിപ്പോ വിണ്ട് കീറി പൊട്ടിയൊക്കെ ഈ തേങ്ങ അങ്ങ് നഷ്ടമാകും. അപ്പൊ ഈ തേങ്ങ കണ്ട,
കണ്ടാ നല്ല സൂപ്പർ തേങ്ങയാണിത്. കണ്ടാ ഇതിന് ആവശ്യത്തിനുള്ള പോഷക മൂലകങ്ങളും ആവശ്യത്തിനുള്ള വളവും ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം ചെന്നിട്ട് നല്ല നല്ല കണ്ട ഇതിനകത്ത് നല്ല സൗണ്ട്, കൊട്ടിട്ട് തന്നെ നല്ല സൗണ്ട് അല്ലേ കേൾക്കുന്നത്. നല്ല സൂപ്പർ തേങ്ങയാണ്. ഇതുപോലെ ഇരിക്കണം തേങ്ങ. ഇതാണ് തേങ്ങ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.